നമസ്കാരം. ഫുഡ് ആൻഡ് ബെവറേജ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ആവശ്യമുള്ളതും അനുയോജ്യവുമായ എല്ലാ തരത്തിലുമുള്ള മെഷീനറീസുകളുടെ ഗംഭീര ഒരു എക്സിബിഷനാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സമാപിച്ചത്. ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ കടകൾക്കും ഉപ്പേരി വറക്കുന്ന സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ, ബേക്കറികൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്ന് വേണ്ട ഈ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമുള്ള എല്ലാ തരത്തിലുമുള്ള മെഷീനറീസിന്റെ പ്രദർശനമായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സമാപിച്ചത്. മണിക്കൂറിൽ ആയിരക്കണക്കിന് അച്ചപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് മെഷീൻ, പലവ്യഞ്ജനങ്ങൾ റോസ്റ്റ് ചെയ്യാനും പൊടിക്കാനുമുള്ള മെഷീൻ, ചിപ്സ് പോലെയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള ഓട്ടോമാറ്റഡ് മെഷീൻ, ചെറിയ സാഷകളിൽ പാക്ക് ചെയ്യാനുള്ള മെഷീൻ, ചെറു കഷ്ണങ്ങളായി മുറിക്കാതെ തന്നെ കൊപ്ര നേരിട്ടിട്ട് വെളിച്ചെണ്ണയായി ആട്ടിയെടുക്കാവുന്ന മെഷീൻ, എള്ളെണ്ണ ആട്ടുന്ന മെഷീൻ, കുഴയ്ക്കാനും ആട്ടാനും അരയ്ക്കാനും വെജിറ്റബിൾ സ്ലൈസിങ്, ഗാർലിക് പീലിംഗ്, കൂടാതെ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ഓട്ടോമാറ്റഡ് മെഷീൻ, ബെവറേജ് അല്ലെങ്കിൽ ലിക്വിഡ് പോലെയുള്ള സാധനങ്ങൾ സാഷകളിൽ പാക്ക് ചെയ്യാനുള്ള മെഷീൻ, അച്ചാർ ഫില്ല് ചെയ്യാനും പാക്ക് ചെയ്യാനുള്ള മെഷീൻ, തേങ്ങാപ്പാലെടുക്കുന്ന മെഷീൻ, ബേക്കറികളിലെ ഡിസ്പ്ലേ വാമർ അഥവാ ബെയിൻ മേരി, കൂടാതെ ഡിസ്പ്ലേ ചില്ലർ, ബോട്ടിൽ ഫില്ലിംഗ് മെഷീൻ, പല തരത്തിലും രൂപത്തിലുമുള്ള പല വിലയിലുമുള്ള കരിമ്പ് ജ്യൂസ് മെഷീൻ, സീലർ മെഷീൻ, വാക്യൂം പാക്കിംഗ് മെഷീൻ എന്ന് വേണ്ട ഈ മേഖലയിൽ ആർക്കെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രീതിയിലുള്ള മെഷീനുകളുടെ പ്രദർശനമായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ അടുത്ത ദിവസങ്ങളിൽ സമാപിച്ചത്. ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടേതായ കപ്പാസിറ്റിക്ക് അനുസരിച്ചും റിക്വയർമെന്റിന് അനുസരിച്ചും പല വിലയിലും പല രൂപത്തിലും പല കപ്പാസിറ്റിയിലും പല വലുപ്പത്തിനുമുള്ള മെഷീനുകൾ ലഭ്യമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എക്സിബിഷൻ അവിടെ കാണാനെത്തിയതും അതിലൂടെ അവർ ഓർഡർ നൽകിയതും വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചതും. പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള എക്സിബിഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും പോകേണ്ടതാണ്. കാരണം നമ്മൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്തെല്ലാം മെഷീനറീസ് ലഭ്യമാണ്, എന്തെല്ലാമാണ് നമ്മൾക്ക് വരുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, എന്തെല്ലാമാണ് നമ്മൾക്ക് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾക്ക് അറിയാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഇതുപോലെയുള്ള എക്സിബിഷൻ വന്നു കഴിഞ്ഞാൽ ടെക്നിക്കലി താല്പര്യമുള്ളവരാണെങ്കിലും തുടങ്ങാൻ ഏതെങ്കിലും ഒരു കാലത്ത് താല്പര്യമുള്ളവരാണെങ്കിലും ഇങ്ങനെയുള്ള എക്സിബിഷൻ മിസ്സാക്കാതെ പോയി കാണുക. അവരുടെ കോൺടാക്ട് നമ്പറും ലീഫ്ലെറ്റും വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സമയങ്ങളിൽ നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യങ്ങളും അതിൻ്റെ എക്സ്പെൻസും എല്ലാം പറഞ്ഞു തരുന്നതാണ്, സഹായിക്കുന്നതാണ്. അതിനനുസരിച്ചും കൂടാതെ മറ്റുള്ള എക്സ്പേർട്സിന്റെ അഡ്വൈസും കൂടി വാങ്ങിയതിന് ശേഷം നമ്മൾക്ക് താല്പര്യം അനുസരിച്ച് തുടങ്ങാവുന്നതാണ്. കോയമ്പത്തൂരാണല്ലോ ഇങ്ങനെയുള്ള മെഷീനറികളുടെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ ഒട്ടനേകം കമ്പനികളും അവരുടെ പ്രൊഡക്റ്റുകളും ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ കാണിച്ചു തരികയും വിശദീകരിച്ചു തരികയും ചെയ്യുന്നുണ്ടായിരുന്നു.